ഇപ്പം നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ ഈ ഫിലിം ഫെയർ അവാർഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ശ്രീനിവാസൻ സാറിന് കിട്ടി. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വന്നത് ഭാര്യയും വിനീതേട്ടനും കൂടി ഒരുമിച്ചാണ്. നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ, ജയറാമിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞ പോലെ തന്നെയാണ് ശ്രീനേട്ടൻ പ്രവേശിച്ച കോമ്പിനേഷൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഇൻ്റർവ്യൂവിൽ മാഡത്തിനോട് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സൗന്ദര്യമുള്ള നടന്മാരിൽ ശ്രീനിവാസനെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യം ചോദിച്ചത്. ഒന്ന് പറയാമോ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ? അയ്യോ, അത് എന്താ പറയുന്നത്, ഞാൻ കണ്ടതിൽ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ശ്രീനിയേട്ടൻ. സൗന്ദര്യം എന്ന വാക്കിൻ്റെ അവസാനത്തെ ആ ഒരു സങ്കല്പത്തിൻ്റെ അവസാന വാക്കാണ് ശ്രീനിയേട്ടൻ. അങ്ങനെ ഒന്നും ചിന്തിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്ന് തെളിയിച്ച ആളാണ്. സിനിമയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ വെറും അബദ്ധധാരണയാണ്. ഇതിനെ ജയിക്കാൻ, സിനിമയെ ജയിക്കാൻ വേറെ നിർവാഹമില്ലാത്തവർക്ക് കുറേ വെളുത്തും ചുമന്നുമൊക്കെ ഇരുന്ന് മാനേജ് ചെയ്യാം. അല്ലാത്തവർ ജയിക്കാൻ സിനിമയിൽ ഒരു സൗന്ദര്യം ഒരു ഘടകമേ അല്ല. അത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. ഭയങ്കര ഇടിയൻ കഥാപാത്രങ്ങളുടെ സങ്കല്പം, 30 പേരെ ഇടിച്ചു പിടിച്ച നായകൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. അതൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ഭാഗം, കച്ചവട സിനിമയുടെ ഒരു ഭാഗമായിരിക്കാം. പക്ഷേ ഇത് അതിനേക്കാൾ എന്താ പറയുന്നത്, വലിയ വിജയമാണ്. ഒരു ഇമേജിലും നിൽക്കാതെ മമ്മൂക്കയും ലാലേട്ടനും ഹീറോയായിട്ട് അഭിനയിക്കുന്ന എത്ര പടത്തിൽ അപ്രധാനമായ വേഷങ്ങളിൽ വന്നു പോയിട്ടുണ്ട്. തമ്പ്രാൻ തമ്പ്രാൻ എന്ന് പറഞ്ഞ് ഓടി കിടക്കുന്ന ക്യാരക്ടർ, ഒരു മറവത്തൂർ കനവിലെ ക്യാരക്ടർ നോക്കി, പിന്നെ ചിത്രത്തിലെ ക്യാരക്ടർ നോക്കി, എത്ര ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തിരിക്കുന്നു. ഏറ്റവും വലിയ ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു മുത്തശ്ശി കഥ. ആ അവസാനം വന്നും ഒരു സ്ത്രീയുടെ തെറിയും കേട്ട് ഒരു അടിയും വാങ്ങിക്കാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റ് നിൽക്കില്ല. അതിന് മാത്രമായിട്ട് ഒരു ആർട്ടിസ്റ്റ് നിൽക്കത്തില്ല. ശ്രീനിയേട്ടൻ എന്നല്ല, ആദ്യം ഒരു സിനിമ ചെയ്ത ആക്ടർ എടുത്ത് പറഞ്ഞാൽ ഈ ക്ലൈമാക്സിൽ വന്നൊരു വലിയ തെറിയും കേട്ടൊരു അടിയും കൊള്ളുന്ന അത് വേണോ എന്ന് ചോദിക്കും. ശ്രീനിയേട്ടൻ ഇല്ലാതെ ആരും ചെയ്തില്ല. അതാണ് അയാളുടെ ആത്മവിശ്വാസം. ഇത് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല മലയാള സിനിമയിൽ. അങ്ങനെയൊക്കെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ആസ്വദിച്ച്, ജനത്തിന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു എഴുത്ത്, അതാണ് വലിയ കാര്യം. ഒരു ജനപ്രിയ സിനിമ ഉണ്ടാക്കുന്ന സാധാരണ സംഭവമല്ല. എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടൊരു കഥ എനിക്ക് എടുക്കാം, നല്ലൊരു ചിലവാക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? പക്ഷെ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണത്. അതൊക്കെ നടത്തിയ ആളാണ്. എല്ലാ കാലത്തും എനിക്ക് ശ്രീനിയേട്ടനോട് വ്യക്തിപരമായിട്ടും വലിയ ഇഷ്ടമാണ്, ആദരവാണ്. ഇന്നെല്ലാം ഓർമ്മയിലെക്കാലവും തങ്ങി നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ട് പോയിട്ടുള്ളത്. ഇനി മക്കൾ തെളിയിക്കണം ബാക്കി. ബിനുവിന് കുഴപ്പമില്ല. ധ്യാനൊക്കെ കരയുന്ന, പിന്നെ ധ്യാൻ ഒരുപാട് കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും മനസ്സ് ധ്യാൻ്റെ പിള്ളേരുടെ കൂട്ടാണ്. ഏറ്റവും കൂടുതൽ പൊട്ടിപ്പോയത് അവനാണ്. നമുക്ക് നല്ല സങ്കടമാണ്. ഞാനും ജയറാമും ഒന്നിച്ച പാണ്ഡ്യരാജൻ്റെ പടത്തിലൊരു ക്രൂഷ്യൽ സ്റ്റേജിലായിപ്പോയി. വല്ലാത്തൊരു കോമ്പിനേഷനും വല്ലാത്തൊരു സിറ്റുവേഷനും. വിട്ടിട്ട് വന്നാൽ ആ പടം പകുതിയിൽ നിന്ന് പോകും. പകുതിയിൽ നിന്ന് പോയാൽ ഒരു വലിയ നഷ്ടത്തിലോട്ടാണ് ഡയറക്ടറെയും ആ പ്രൊഡ്യൂസറെയും നമ്മൾ തള്ളിവിടേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥയിലായിപ്പോയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ആദ്യം ഓടിയച്ച നാളായിരിക്കും ഞാൻ. പിന്നെ അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് എന്നുള്ളത് എനിക്കും അറിയാം, ശ്രീനിയേട്ടനും അറിയാം, അവരുടെ കുടുംബത്തിനും അറിയാം. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്നു ആ സമയത്ത് പോകാൻ പറ്റാത്തതിനുള്ള കാരണം. അല്ല, അത് എനിക്ക് വ്യക്തമായിട്ടറിയാം. ജയറാമിന് വരാൻ പറ്റാത്തതിൻ്റെ കാരണം എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലൊരു അവസ്ഥയിൽ ആ സിനിമയിൽ പെട്ടുപോയതാണ്. ഇപ്പം മാഡത്തിനായിരിക്കും അത് അറിയാവുന്നത്. നമ്മൾ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ജയറാം വരാതിരിക്കുമോ? ഇത്ര സിനിമ